ഹലോ ഗൈസ്, നമസ്കാരം. നടൻ അജ്മൽ അമീറിന്റെ വിഷയത്തിൽ ഞാനൊരു സാധാരണക്കാരൻ എന്ന പോലെ ഞാൻ ഇവരുടെ രണ്ടു പക്ഷത്തുമല്ല. കാരണം ആദ്യത്തെ കക്ഷിയായ കള്ള അതിജീവത കളിച്ച് ലൈംഗിക ചൊവ്വയിൽ ആണുങ്ങളോട് സംസാരിച്ച് ആണുങ്ങളെ വീഴ്ത്തി വളരെ മ്ലേച്ഛമായി സംസാരിച്ച് ഇതുപോലെ ഹണി ട്രാപ്പിൽ പെടുത്തി പൈസ ഉണ്ടാക്കാൻ ശ്രമിച്ചവളും ഇതിൽ രണ്ടാം കക്ഷിയായ ആക്ടർ അജ്മൽ അമീർ അല്ല, ആക്ടറും നടനും ഒക്കെ സിനിമയിൽ അല്ല പോട്ടെ, ഒരു അറ്റ്ലീസ്റ്റ് ഒരു കല്യാണം കഴിച്ച ഭർത്താവാണെന്ന് പോലും ബോധമില്ലാതെ ഇവറ്റകളുടെ ലൈംഗിക സംസാരത്തിൽ ഏർപ്പെട്ടു പോയ അജ്മൽ അമീർ ഒരു തെറ്റുകാരനല്ലേ? അതൊക്കെ അവിടെ നിൽക്കട്ടെ. എനിക്ക് ഒന്നുകൂടി ഒരു ക്ലാരിറ്റി വേണം. നമുക്കൊന്നുകൂടി ആ ചാറ്റും അവരുടെ വീഡിയോയും അവരുടെ ആ വോയിസ് റെക്കോർഡും ഒക്കെ ഒന്ന് കേട്ടു നോക്കാം. അപ്പൊ ഞാൻ എവിടെ നിൽക്കും? അപ്പൊ എവിടെ നിൽക്കേണ്ടത് പോലും അത്രയും കറക്റ്റായിട്ട് ചോദിക്കുന്ന ഈ കുട്ടി, ഇത്രയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൺസെന്റ് തോന്നി താല്പര്യത്തോടെ പോകുന്ന ഈ ബന്ധം, അവസാനം ഇവള് ഇങ്ങനത്തെ പരിപാടി തറപ്പരിപാടി കാണിക്കേണ്ടത് എന്തുകൊണ്ടാണ്? താൻ മാരീഡ് അല്ലേ? നമുക്ക് കുറച്ചാണല്ലോ സമയം സ്പെൻഡ് ചെയ്യാനായിട്ട്. ഞാൻ കേട്ടിടത്തോളം ഈ ഹണി ട്രാപ്പിന്റെ ലക്ഷ്യം പൈസ തന്നെയാണ്. ഹണി ട്രാപ്പിൽ പെട്ടു എന്നുള്ള ഒരു വ്യക്തിയോട് പൈസ ചോദിക്കും. പൈസ തരികയില്ലെന്ന് കണ്ടാല് ഇവര് ഭീഷണിപ്പെടുത്തും. ഭീഷണിപ്പെടുത്തിയിട്ട് ഒരു വഴിയും ഇല്ലെങ്കിൽ ഇവരെന്ത് ചെയ്യും? ഇവര് അതിജീവിത ചമയം, ഇപ്പോഴത്തെ ട്രെൻഡാണ് അതിജീവിത ചമയെന്ന് പറയുന്നതും പിന്നെ അതിലൂടെ ഫെയിം ആകാൻ പറ്റും എന്നുള്ളതൊക്കെയാണ് അവരുടെ തോന്നല്. ഇതിലൂടെ ഒക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നാൽ നമ്മുടെ നാട് വല്ലാണ്ട് അധപ്പതിച്ച് പോയിരിക്കുന്നു. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്, ലൈക്കും ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായം, നിങ്ങളുടെ കമന്റ് രേഖപ്പെടുത്താനും ആരും മറക്കരുത്. നെക്സ്റ്റ് ഒരു വീഡിയോ പെട്ടെന്ന് വരുന്നതായിരിക്കും. സീ യു സൂൺ.